السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനമുള്ളവരെ, ചരിത്ര പ്രസിദ്ധമായ മക്കയുടെ ഭാഗങ്ങളിൽ, മക്കയുടെ പരിസരങ്ങളിൽ ഹബീബായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അൽഹംദുലില്ലാഹ് ഉംറയ്ക്കും ഹജ്ജിനും വരുന്ന ഹാജിമാരൊക്കെ പരിചയമുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആയിഷ മസ്ജിദ്, എല്ലാ ഹാജിമാരും ഇഹ്റാം ചെയ്യാനായി പോകുന്ന ഏറ്റവും അടുത്ത മീഖാത്ത്. അൽഹംദുലില്ലാഹ് അവിടെ ചരിത്രമുറങ്ങിക്കിടക്കുന്ന മഹാനായ ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിലെ വളരെ കുറഞ്ഞ സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാക്കൾ അവരുടെ സംശയങ്ങൾ ഉന്നയിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി നൽകുകയും ചെയ്തു. അവർക്ക് വിജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ്. അതാ ഒരവസരത്തിൽ കുറേ ആൾക്കാർ മഹാനായ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ബഹുമാനമുള്ള യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞങ്ങൾ ഹലർ, ഖർആത്ത് എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ സ്വയം പരിചയപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്ലാം മതം പഠിക്കണം, അങ്ങയുടെ ദീൻ എന്താണെന്ന് നമുക്ക് അറിയണം, അവിടെ നിന്നൊരല്പം ആളുകളെ ഞങ്ങളോടൊപ്പം പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സഹായം തേടുകയാണ്. അവരുടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വ്യക്തമായപ്പോൾ നബി പ്രമുഖരായ 10 സ്വഹാബാക്കളെ അവരോടൊപ്പം അയക്കുകയും അവരുടെ നേതാവായി ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ നിശ്ചയിക്കുകയും ചെയ്തു. പകൽ സമയങ്ങളിൽ ഒളിച്ചിരുന്നും രാത്രി സഞ്ചരിച്ചും അവർ റബീ എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അപ്പോഴാണ് മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന സംഘം അവരുടെ, അതായത് മുസ്ലിങ്ങളെ കൊണ്ടുപോകുന്ന സംഘത്തിൻ്റെ തനി സ്വരൂപം പുറത്തു കാണിച്ചത്. മുമ്പൊരു യുദ്ധത്തിന് സുഫിയാൻ ബിൻ ഖാലിദ് എന്ന അവിശ്വാസി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു വധിച്ചിരുന്നു. വധിക്കപ്പെട്ട മുശ്രിക്കുകളുടെ ഗോത്രക്കാർക്ക് മുസ്ലിം സംഘത്തെക്കുറിച്ച് വിവരം നൽകുക വഴി അവർ മുസ്ലിങ്ങളെ വഞ്ചിക്കുകയായി. 200ഓളം വീരന്മാരെ 10 മുസ്ലിങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. നിങ്ങൾ ചിന്തിക്കുക, മുഅ്മിനീങ്ങളെ, 200 പേര് മഹാന്മാരായ 10 സ്വഹാബാക്കളിലേക്ക് അടുത്തു വന്നു. 10 മുസ്ലിങ്ങളാവുന്ന സ്വഹാബാക്കളിലേക്ക് പാഞ്ഞെടുത്തു. പരിഭ്രാന്തരായ മുസ്ലിങ്ങൾക്കടുത്തുള്ള ഒരു മലയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ശത്രുപക്ഷം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി വരുക, ഞങ്ങൾ നിങ്ങളെ വധിക്കില്ല എന്ന് ഉറപ്പു തരുന്നു. അവർ നൽകിയ ഉറപ്പിൽ വഞ്ചിതരായ 3 സ്വഹാബത്തുൽ കിറാം, അതാ മഹാനായ റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കൾ ഇറങ്ങി വരിക. എന്നാൽ ആസിം റളിയല്ലാഹു തആല അടക്കമുള്ള 7 പേരെന്താണ് മുശ്രിക്കുകളുടെ സംരക്ഷണ ഉത്തരവാദിത്വത്തിൽ തിരിച്ചു നിന്നവരിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും അവർ ആ മലമുകളിൽ തന്നെ തമ്പടിക്കുകയും ചെയ്തു. അങ്ങനെ 3 പേർ പിന്നീട് ചതി മനസ്സിലാക്കി മുശ്രിക്കുകൾ അവരെ അടിമകളാക്കി അവരിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാൾ അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്ന 3 സ്വഹാബത്തുൽ കിറാമിന് വളരെ ദാരുണമായ അന്ത്യം. അതിലൊരു സ്വഹാബത്തിനെ അവർ കൊന്നു. ബഹുമാനമുള്ളവരെ, ശേഷിക്കുന്ന 2 പേർ മക്കയിൽ കൊണ്ടുപോയി മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ചിലർക്ക് വിറ്റു. ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു 2 പേരിൽ ഒരാൾ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, പരിശുദ്ധമായ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നതിനായിരുന്നു ഈ ദൗത്യസേനയെ അയച്ചത്. റസൂലുള്ളാഹി തങ്ങളോട് വളരെയധികം സ്നേഹമുള്ള ആളായിരുന്നു ഖുബൈബ് അദീ റളിയല്ലാഹു തആല. പരിശുദ്ധമായ ബദറിലും ഉഹദിലും പങ്കെടുത്ത മഹാനവറുകളുടെ പ്രകടനം വളരെ സാഹസികമായിരുന്നു. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ മക്കയിൽ വെച്ച് വാങ്ങിയത് ഹാരിസ് ബിൻ്റെ മകളാണ്. 100 ഒട്ടകം കൊടുത്താണ് ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു തആല ബദറിൽ വെച്ച് ഹാരിസിനെ വധിച്ചിരുന്നു. അതിന് പകരം വീട്ടാൻ മക്കൾ ഖുബൈബ് റളിയല്ലാഹുവിൻ്റെ 2 കാലുകളും ചങ്ങലയിൽ ബന്ധിച്ചു, ഒരു ഇരുട്ടുമുറിയിൽ ബന്ധിച്ചു. ബദർ യുദ്ധത്തിൽ ഹാരിസിനെ കൊന്നതിൻ്റെ പകരമായി അവരുടെ മക്കൾ ചെയ്ത ഒരു ചതിയായിരുന്നു ഇത്. അങ്ങനെ 100 ഒട്ടകം കൊടുത്ത് മഹാനവറുകളെ വാങ്ങി എന്ത് ചെയ്തു? 2 കാലുകളും ബന്ധിപ്പിച്ച് വളരെ ഇരുട്ടുമുറിയിൽ മഹാനവറുകളെ പ്രവേശിച്ചു. വിശപ്പും ദാഹവും അകറ്റാൻ വെള്ളവും ഭക്ഷണവും നൽകിയില്ല. എന്നാൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവരെ അദൃശ്യ വഴിയോടെ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നാം അറിയാത്ത രീതിയിൽ അവരുടെ ആഹാര പാനീയങ്ങൾ എല്ലാ കാര്യങ്ങളും അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും.
അൽഹംദുലില്ലാഹ്, എന്തിനേറെ പറയുന്നു, മഹാനവറുകൾ എല്ലാ നിലയ്ക്കും അള്ളാഹു ഭക്ഷിപ്പിക്കുകയും ഖുബൈബ് റളിയല്ലാഹുവിനെ തടവിലാക്കിയ സമയത്ത് മക്കയിൽ ലഭ്യമല്ലാത്ത പഴവർഗ്ഗങ്ങൾ പലപ്പോഴും അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നു ഹാരിസിന്റെ മകൾ പറഞ്ഞതായി ചരിത്രം വ്യക്തമാക്കുന്നു. മഹാനവറുകളെ തടവിലാക്കി ദിവസങ്ങൾക്കകം തന്നീമിൽ കൊണ്ടുപോയി അവർ അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി